സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനേ, അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, പ്രത്യേകിച്ച് ഏദൻ ഗോസ്പൽ മിനിസ്ട്രിയിലൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്ക് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം നാം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ വചനം പറയുന്നത് പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് വചനം പറയുന്നു. അപ്രകാരം വചനം പറയുന്നുവെങ്കിൽ ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലം പ്രയാസങ്ങൾ കടന്നു വന്നാലും അതിനൊക്കെ മറന്നുകൊണ്ട് ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാമോ? സങ്കീർത്തനം 96 അധ്യായം അതിൻ്റെ 1 വാക്യം പ്രകാരമാണ് പറയുന്നത്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവൻ. ഹല്ലേലൂയ. ഈ രാത്രികാലം നാം സകല ഭൂവാസികളുമായി ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പുതിയൊരു പാട്ട് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വലിയൊരു ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഒരു മിനിസ്ട്രിയിലൂടെ കർത്താവ് നമ്മെ ഒരുമിച്ചാക്കിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം എന്താണോ അത് നിറവേറണമെന്ന് ഓരോ വ്യക്തികളും ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. കാരണം ഏദൻ ഗോസ്പൽ മിനിസ്ട്രിയിലൂടെ ഹല്ലേലൂയ വലിയൊരു സുവിശേഷത്തിൻ്റെ ഒരു മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ മിനിസ്ട്രിയിലൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ. അനേക പേർ ഹല്ലേലൂയ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ കാണുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ഹല്ലേലൂയ യാത്രയുടെ മധ്യയായിരുന്നാൽ പോലും ഹല്ലേലൂയ ഭവനങ്ങളിലായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവേ എനിക്ക് നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ആഹാരം എപ്രകാരം ഒരു കുഞ്ഞിന് നമ്മൾ ആഹാരം കൊടുക്കുന്നത് പോലെ ഹല്ലേലൂയ അവൻ ചോദിക്കാതെ അല്ലെങ്കിൽ അവൾ ചോദിക്കാതെ നമ്മൾ ആഹാരം പകർന്നു കൊടുക്കും. ഹല്ലേലൂയ. അപ്രകാരം ആ ഒരു ആഹാരം കൊടുക്കുന്നെങ്കിൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ ഒരു ജീവൻ്റെ നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. എങ്കിൽ ഈ രാത്രികാലം കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ ഓരോരുത്തർക്കും പറയാൻ കഴിയണം, ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിന്ന് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ അങ്ങയുടെ ഹിതമില്ലാതെ ഞാൻ എവിടെയൊക്കെയാണോ പോകുന്നത് കർത്താവേ അതൊന്നും എൻ്റെ നിലനിൽപ്പിന് കാരണമാകത്തില്ല. എങ്കിൽ കർത്താവേ ഈ രാത്രികാലം ഈ കാണുന്ന എല്ലാ ദൈവമക്കളോട് ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം കൊണ്ടങ്ങ് നിറയ്ക്കണം. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാമോ? കർത്താവ് നാം പാടി മഹത്വപ്പെടുത്തിയതുപോലെ കർത്താവെ അങ്ങേ എങ്ങനെ ഞങ്ങൾ സ്തുതിക്കാതെ ഇരിക്കും? അങ്ങേ എങ്ങനെ ഞങ്ങൾ ഉയർത്താതെ ഇരിക്കും? കാരണം അത്രമാത്രം നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത്രമാത്രം സന്തോഷം, സമാധാനം, ആർക്കും ഇല്ലാത്ത പ്രയാസങ്ങളും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ മധ്യയും നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ ഇന്നലകളുടെ ജീവിതങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ജീവിതമോട്ടാ
അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനേ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പല നാളുകളായി ഹല്ലേലൂയ നാളേക്ക് വേണ്ടി വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറയുന്നു ഹല്ലേലൂയ നല്ല സമ്പന്നനായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ അതിനെക്കുറിച്ചൊന്നും നീ വ്യാകുലപ്പെടേണ്ട. ഹല്ലേലൂയ നമ്മുടെ നല്ലൊരു ഭാവിയെ കരുതുന്ന ഒരു കർത്താവ്. ആ കരുണയുള്ള കർത്താവിനെ നീ സ്തുതിക്കാമോ? നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എന്റെ ഭാവിക്കാൻ നല്ലതു മാത്രം കരുതി വയ്ക്കുന്നു കരുണയുള്ളവൻ. നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എന്റെ ഭാവിക്കാൻ നല്ലതു മാത്രം കരുതി വയ്ക്കുന്നു കരുണയുള്ളവൻ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനേ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനേ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായവനേ. ഹല്ലേലൂയ. നാം പാടി മഹത്വപ്പെടുത്തിയതുപോലെ ആരാധനയായ കർത്താവ് ഹല്ലേലൂയ ആരിലും ഉന്നതനായ ഒരു കർത്താവ് ഹല്ലേലൂയ വലിയൊരു ദൈവിക പ്രവൃത്തികൾ വലിയ ദൈവിക അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ളവനായ കർത്താവ് ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നാം പാടി മഹത്വപ്പെടുത്തിയത്. ഹല്ലേലൂയ. നാം നാളേക്ക് വേണ്ടി കരുതി വെക്കുമ്പോഴും കർത്താവ് പറയുന്നു നീ അതിനൊക്കെയും വേണ്ടി കരുതി വെക്കേണ്ട, കാരണം നല്ല സമ്പന്നനായ ഞാനാണ് നിന്നോട് കൂടെയുള്ള. ഹല്ലേലൂയ. ആ കർത്താവ് സർവ്വസമ്പന്നനായ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിന്നാൽ, എന്തെല്ലാം പ്രതികൂലത എന്ത് ആവട്ടെ, സാമ്പത്തികം മാത്രമല്ല മറ്റെന്ത് തടസ്സമോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാട്ടെ, അതിനൊക്കെയും പരിഹാരം കണ്ടെത്തുന്നവനായ കർത്താവ്. ആ കർത്താവിനോടൊന്ന് പറയാമോ? ഹല്ലേലൂയ. വചനം പറയുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ആളുകൾ അനേക പേർ മരണത്തിന് കീഴടങ്ങിയപ്പോഴോ വചനം പറയുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ആമേൻ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ബാധ പോലും നിന്റെ കൂടാരത്തിന് അടുക്കാതെ വണ്ണം നിന്നെ ഇത്രത്തോളം കർത്താവ് സൂക്ഷിച്ചുവെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവ് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ വചനം പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ഈ രാത്രികാലം നീ ഒന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ കർത്താവിൻ്റെ വലിയൊരു മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആ വലിയൊരു മഹത്വം നമുക്കിന്ന് നേടിയെടുക്കാൻ കഴിയും. കർത്താവിനോട് പറയും കർത്താവേ ഇന്ന് എന്നോടൊന്ന് കനിയണം. ഹല്ലേലൂയ. അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണം. ഹല്ലേലൂയ. വലിയൊരു മുഴക്കത്തോടെ വലിയൊരു അഭിഷേകത്തോടെ അഗ്നിയുടെ ജ്വാല പോലെ എൻ്റെ ദേഹത്തൊന്ന് കത്തണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് കത്തുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ചില അടയാളങ്ങൾ അത്ഭുതങ്ങളും നമ്മൾ മുഖാന്തരം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർ അത്ഭുതപ്പെടുമാറ്, മറ്റുള്ളവർ അതിശയപ്പെടുമാറ് കർത്താവിൻ്റെ വലിയൊരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടണം. എങ്കിൽ കർത്താവിനോട് പറയാമോ കർത്താവേ ഞാൻ പ്രാപിച്ചെടുത്ത അഭിഷേകമല്ല എനിക്കിന്ന് വേണ്ടത്. ഹല്ലേലൂയ. ഓരോ നിമിഷവും കർത്താവേ ഇരട്ടി ഇരട്ടി അഭിഷേകം എനിക്ക് വേണം. ഹല്ലേലൂയ. ഇരട്ടി ഇരട്ടി അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
God
ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആ ഒരു ദാഹത്തോടെയാണ് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി കർത്താവിനെ പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കുക ഹല്ലേലൂയ ഇത്ര വരെ ഉള്ളൂ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. എങ്കിൽ കർത്താവ് പറയുന്നു ഹല്ലേലൂയ നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഹല്ലേലൂയ നീ ചോദിക്കുന്നതിൽ നിനക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ അധരങ്ങളെ തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. പലർക്കും നാവുകളില്ലാതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. പലർക്കും കണ്ണ് കാണാതെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലർക്കും കരങ്ങളും കാലുകളും ഒന്നുമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇത്രത്തോളം കർത്താവ് വഴി നടത്തിയില്ലേ പ്രിയ മക്കളെ? ഹല്ലേലൂയ. നമ്മൾ ഇത്രത്തോളം കർത്താവ് പരിപാലിച്ചെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവിന് നമുക്ക് എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ തന്ന കർത്താവ്. ഹല്ലേലൂയ. എങ്കിൽ നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കാലുകൾ തന്ന കർത്താവ്. ഹല്ലേലൂയ. നീ എവിടേക്ക് പോയാലും നിന്നെ വീഴാതെ
നല്ലവണ്ണം വഹിക്കുന്ന ഒരു കാല് തന്ന കർത്താവ്. ഹല്ലേലൂയ. എങ്കിൽ കർത്താവിൻ്റെ നൃത്തത്തോടെ നിനക്ക് സ്തുതിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ വചനം പറയുന്ന സങ്കീർത്തനങ്ങൾക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, നമ്മൾ ആരാധിക്കുമ്പോൾ നൃത്തത്തോടും ഹല്ലേലൂയ കൈത്താളങ്ങളോടെയും കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. വലിയൊരു ആർപ്പിൻ്റെ ധ്വനി, ഹല്ലേലൂയ വലിയൊരു നമ്മൾ സ്തുതിച്ചാർക്കുന്ന ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആരാധിക്കുന്ന ധ്വനി, ഹല്ലേലൂയ മറ്റുള്ളവർ കേട്ട് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. നാം കർത്താവിനെ വാഴ്ത്തി വണങ്ങുമ്പോൾ ഹല്ലേലൂയ ആ വലിയൊരു ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരും അത് അനുഭവിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന ഹല്ലേലൂയ കർത്താവ് സാന്നിധ്യം എനിക്ക് മാത്രം മതി, എനിക്ക് മാത്രം മതി. അങ്ങനെയല്ല കർത്താവ്, അങ്ങനെയല്ല മക്കളെ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിൻ്റെ പകർച്ച ഹല്ലേലൂയ ആ ചുറ്റുമുള്ള എല്ലായിടത്തും എല്ലാ വസ്തുക്കളുടെ മേലും വ്യാപരിപ്പാൻ തക്കവണ്ണം നമ്മളിലൊരു അഭിഷേകം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ രാത്രികാലവും നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മളിന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ ആരാധന ഇവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മളിവിടെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലൊരു സന്തോഷമുണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ വെറുതെ അല്ല കർത്താവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നാം ജീവനും ചൈതന്യമുള്ള കർത്താവിനെയാണ്. ഹല്ലേലൂയ. വലിയൊരു രക്ഷ നമുക്ക് വേണ്ടി കരുതി വെച്ച കർത്താവിനെയാണ് ഈ രാത്രികാലം നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഹോരേബിലെ മുൾപ്പടർപ്പിൽ ഹല്ലേലൂയ കത്തിയ വലിയൊരു അഗ്നി നമ്മുടെ ജീവിതമേ കത്തണം. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ടതായ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. കർത്താവ് തെളിയിച്ചു കൊടുത്തു, ദൈവം ആരെന്ന് അവിടെ തെളിയിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ ആ ഒരു സത്യ ദൈവത്തെ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആരാധിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ എല്ലാ മുഴങ്കാലും മടക്കിക്കൊണ്ട് എല്ലാ നാവും ഏറ്റുപാടിക്കൊണ്ട് നാം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ വലിയൊരു ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ അധരങ്ങളൊക്കെ തുറന്നുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു ദൈവിക പ്രവൃത്തി നമ്മൾ വെളിപ്പെടണം. ഹല്ലേലൂയ. നാം പാടി മഹത്വപ്പെടുത്തിയതുപോലെ ഹോരേബിലെ മുൾപ്പടർപ്പ് ഹല്ലേലൂയ കത്തിയതായ അഗ്നി നമ്മുടെ ജീവിതത്തിന്മേൽ കത്തണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മൾ ഇരുളുകൾ നിറഞ്ഞുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അന്ധകാരത്താൽ പിടിച്ചു വയ്ക്കുന്ന എല്ലാ അനുഭവത്തിൽ നിന്ന് വലിയൊരു പ്രകാശം, അത്ഭുത പ്രകാശം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് ദൈവിക വചനത്തിലൂടെ മാത്രം, ആ ദൈവിക ആരാധനയുടെ മാത്രമേ നമുക്ക് അതിനെയൊക്കെ പൊട്ടിച്ച് ഹല്ലേലൂയ ആത്മാവിൽ ആരാധിപ്പാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിൻ്റെ മഹത്വത്തിനാ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിൻ്റെ മഹത്വത്തിനാ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ വലിയൊരു നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് കരങ്ങളൊക്കെ ചേർത്തടിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം.
You
എല്ലാ മുഴങ്കാലം മടങ്ങും, എല്ലാ നാവുമേറ്റു പാടും, യേശു മാത്രം കർത്താവെന്ന്, ആ നാമത്തിൻ്റെ മഹത്വത്തിനാ. ഹല്ലേലൂയ. നമുക്ക് എല്ലാത്തിനും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് മാത്രമാണ് എൻ്റെ രക്ഷകനെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം നമുക്ക് ഹല്ലേലൂയ കർത്താവിനെ കൈവിടാതെ പിടിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇന്നാളുകൾ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കാതെ വണ്ണം ഇത്രത്തോളം നിന്നെ കർത്താവ് കാത്തു പരിപാലിച്ചെങ്കിൽ ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് അതിരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആർക്കുന്ന ശബ്ദത്താൽ ഹല്ലേലൂയ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങണം. ഹല്ലേലൂയ. ചിലത് പുക കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. ചിലത് പുക കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ വലിയൊരു ദൈവിക തേജസ്സിനെ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ഈ രാത്രികാലവും ആ വലിയൊരു സാന്നിധ്യത്തെ നമുക്ക് വിട്ടുമാറാതെ പിടിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഹല്ലേലൂയ മാറോട് ചേർത്തുകൊണ്ട് കർത്താവിനോട് പറയട്ടെ, കർത്താവേ എൻ്റെ മുഴങ്കാല് ഹല്ലേലൂയ ഇന്ന് അങ്ങേക്ക് വേണ്ടി മടക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്രകാരം ഒരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിക്കാം. ആ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ ദൈവമേ, ഈ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കും കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം വേറെ അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കും. നമ്മൾ നിറയ്ക്കും യേശുവിനെ നാമത്തെ ചോദിക്കുമ്പോൾ കൃപയോടെ യാചന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ദേവദാസനെ ക്ഷണിച്ചു. ഏദൻ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പേജിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലിരുന്ന് ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെയൊക്കെ കേൾപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ തന്ന ശ്രേഷ്ഠകരമായ ഭാഗ്യപദവികൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീമിനൊരു അവസരം ഒരുക്കി തന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജു അനാവൂർ എന്ന ദൈവദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഏത് ഭാഗത്തിരുന്നാലും, നീ ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നാലും സ്തോത്രം ഹല്ലേലൂയ, നമ്മെ സ്വതന്ത്രമാക്കുന്ന ഉലകത്തിൽ ഏതെങ്കിലും ഒരു സത്യമുണ്ട് എങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഉയർത്തുന്ന യേശു കർത്താവ് അത്രേ. ഹല്ലേലൂയ. ലോകത്തിൽ ഏത് പ്രതികൂലത്തിനും, ഏത് പ്രയാസത്തിനും, ഏത് പ്രതിസന്ധികൾക്കും ഏക പരിഹാരകൻ. സ്തോത്രം ഹല്ലേലൂയ. നീ ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് ഭാരത്തിലായിരുന്നാലും, നിന്റെ ചോദ്യങ്ങൾക്ക്, നിന്റെ ആകുലതകൾക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിന് ഉത്തരം തരുവാൻ കഴിയും. നീ ഏത് വേദനയിൽ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്ന് കേട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിന് നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ പ്രയാസങ്ങൾക്ക്, നിന്റെ ആവശ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരുവാൻ കഴിയും. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ വെട്ടിപ്പിടിച്ച അനേക പ്രസ്ഥാനങ്ങൾ ലോകത്തു നിന്നും അപ്രത്യക്ഷമായപ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നേടിയ ഈ മഹാപ്രസ്ഥാന അനേകർ മരിച്ചു വീണിട്ട്, അനേകർ പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇന്ന് രാത്രിയും ഒരു തലമുറ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഉയർത്തുന്നതിന് കാരണം ആ ദൈവം, ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ്, അതേ സത്യസുവിശേഷ ഇന്ന് രാത്രി കാലവും പ്രവർത്തിക്കുന്നതാകയാൽ അത് നിന്റെ ഏത് വിഷയങ്ങൾക്ക് ഇന്ന് പരിഹാരമുണ്ട്. ആമേൻ. വിശുദ്ധ വേദ പുസ്തകത്തിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല,
സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ഭൂലോകത്തുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പ്ലാനിങ്, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി സ്തോത്രം, ഇവിടെ വായിച്ചു കേട്ട വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അതായത് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ രക്ഷിക്കപ്പെട്ടവനാണ്. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുന്നവൻ അതെ രക്ഷിക്കപ്പെട്ടവനാണ്. പക്ഷെ സുവിശേഷത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ ദൈവം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു പദവി ഒരുത്തൻ്റെ മേൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ, സ്വന്തം പ്രസംഗിക്കുന്ന പ്രതീഷ് തമ്പി എന്ന് പറയുന്ന ഞാൻ അല്ല രക്ഷിക്കപ്പെട്ടെന്ന അവകാശം പറയുമ്പോൾ കർത്താവ് അതുകൊണ്ട് അടങ്ങിയിരിക്കത്തില്ല. കർത്താവ് തൻ്റെ ആഗ്രഹം അവിടെ കൊണ്ട് നിവർത്തീകരിക്കുന്നില്ല. ഇന്ന് രാത്രികാലം സ്തോത്രം ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് പാസ്റ്റർ റിജു ആനാവർ ഇങ്ങനെയൊരു മീറ്റിങ്ങിനെ കണ്ടക്ട് ചെയ്യുന്ന, ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പേജ് വഴി ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ കണ്ടക്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ആശയം ഏദൻ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഞാൻ ആകെ മനസ്സിലാക്കുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ചിലർ രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവർ നിത്യരാജ്യത്ത്, അതായത് സ്വർഗരാജ്യത്ത് എത്തണമെന്നുള്ള ആഗ്രഹമാണ് അനേക ദൈവദാസന്മാരെ സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെ പറയുവാൻ, സുവിശേഷം പറയുവാൻ, പാടുവാൻ സ്തോത്രം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങളുടെ ടീമിനെയും അങ്ങനെ ഒരു വിഷനാണ് ദൈവം തന്നിരിക്കുന്നത്. സ്വന്തം ചിലരെ രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല, ചിലർ യേശുവേ എന്ന് വിളിപ്പിക്കാൻ മാത്രമല്ല, പിന്നെയോ യേശുവേ എന്ന് വിളിക്കുന്നവൻ സ്വർഗരാജ്യത്തെത്തണം. അതെ, പ്രസംഗിക്കുന്ന ഞാൻ യേശുവേ എന്ന് വിളിക്കാറുണ്ട്, ഞാൻ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇറക്കി വയ്ക്കാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ ദൈവം അതുകൊണ്ട് തൃപ്തനാകുന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗസ്നായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവെ, ഞാൻ മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞാൻ ദിവസങ്ങൾ ഉപവസിക്കുന്നു, ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, ഞാൻ ഇന്നത് ചെയ്യുന്നു, ഇന്നത് ചെയ്തു അല്ല. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ച് നിനക്കറിയാം, എൻ്റെ യേശുവിനെ കുറിച്ച് നിനക്കറിയാം. സ്തോത്ര, നീ ഏത് മതത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായാല, സ്തോത്രം, നീ ആരെ സേവിക്കുന്ന ആരാധിക്കുന്ന വ്യക്തിയായാല, സ്തോത്രം, യേശു കർത്താവിനെ അറിയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ ഉലകത്തിലെല്ലാ മനുഷ്യർക്കും യേശു കർത്താവിനെ അറിയാം. യേശുവേന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിലെങ്കിലും പ്രാർത്ഥിക്കുന്നവരാ. അല്ല, യേശുവിനെ നീ ഹൃദയത്തിൽ ഹല്ലേലൂയ വിശ്വസിച്ച് നീ വായികൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതെ നീ രക്ഷിക്കപ്പെട്ടവൻ തന്നെ. പക്ഷെ ഒതുങ്ങരുത്, അതുകൊണ്ട് നിർത്തരുത്. ചിലർ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തോടെല്ലാം പറയാറുണ്ടല്ലോ, എനിക്ക് ദൈവത്തോട് വിശ്വാസമാ. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമെന്ന വചനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട സ്നേഹിത, അല്ലെ രക്ഷിക്കപ്പെട്ടെന്ന് അവകാശം പറയുന്ന സ്നേഹിത, അല്ലെങ്കിൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, എല്ലാ വിഭാഗത്തിലും ഞാൻ ഉണ്ടെന്ന് പറയുന്ന സ്നേഹിത, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഹല്ലേലൂയ സ്തോത്ര, നീ കേവലം 5-6 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല നീ ദൈവത്തെ സേവിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്ര, കുറച്ച് രോഗങ്ങളില്ലാതെ, കുറച്ച് കടഭാരങ്ങളില്ലാതെ, കുറച്ച് പ്രയാസങ്ങളില്ലാതെ, കുറച്ച് പ്രതിസന്ധികളില്ലാതെ എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൾ തട്ടിമുട്ടി പോകാൻ വേണ്ടി അല്ല നീ യേശുവിനെ സേവിക്കേണ്ടത്, യേശുവിനെ ആരാധിക്കേണ്ടത്. പിന്നെ നീ എന്തിന് യേശുവിനെ ആരാധിക്കണം? അതെ, ഹല്ലേലൂയ, ലോകത്തിന്റെ മരണത്തിന്റെ സകല വിഷമുള്ള ഒടിച്ചുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കർത്താവ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് നിന്നെ ഹല്ലേലൂയ നിത്യമായി ഒന്ന് ജീവിപ്പിക്കാനാ, നിത്യമായി ഒന്ന് സന്തോഷിപ്പിക്കാനാ. ഒന്നും കൂടി പറയണ്ടേ, ഇന്ന് കണ്ണുനീരിലും, ഇന്ന് പ്രയാസങ്ങളില്, ഇന്ന് പ്രതിസന്ധികളില്, നിരാശകളില്, മരണഭയത്തിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നെൻ്റെ രാത്രി എൻ്റെ ജീവനൊന്ന് അപഹരിക്കപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു പാസ്റ്ററെ, കാരണം അടുത്ത സെക്കൻഡ് അതിജീവിക്കാൻ നീ കഴിയുമെന്നറിയത്തില്ല. അത്തരത്തിലുള്ള നീറുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ ഈ വിഷയത്തിൽ എന്നെ കൈവിട്ടു, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഈ വിഷയത്തിൽ കൈവിട്ടു, എൻ്റെ നാട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാം കൈവിട്ടു, ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇവിടെ കൊണ്ട് തീരത്തില്ല. ഹല്ലേലൂയ, നിന്റെ സകല
വേദനകൾക്ക് അവസാനം വരുത്തി നിത്യമായി സന്തോഷത്തോടെ ജീവിപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു അനുഭവം വെളിപ്പെടാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഹല്ലേലൂയ വിവിധ ഇടങ്ങളിൽ നിന്ന് കാണുന്ന പ്രിയമുള്ളവരോട് ഞാൻ കൈമാറട്ടെ. അധികം താമസമില്ല. ഹല്ലേലൂയ കാലങ്ങൾ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ സമയങ്ങൾ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. യേശു കർത്താവിന്റെ വരവിന് അധികം താമസമില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശുവിനെ സ്തോത്രം. കർത്താവിൻ്റെ യേശുവെന്ന് സ്തോത്രം വിശ്വസിക്കുന്നവൻ, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുന്നവൻ അതേ രക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. തീർന്നില്ല കേട്ടോ. രക്ഷിക്കപ്പെടുന്ന നീയെ കുറച്ച് പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തിയാ നിന്നെ ഉയരത്തിലെത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നീ ഉണ്ടല്ലോ. സ്തോത്രം. കള്ള് കുടിക്കരുതെന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നീ ഉണ്ടല്ലോ. സിഗരറ്റ് വലിക്കരുതെന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നീ ഉണ്ടല്ലോ. ലോകത്തിന്റെ പാപത്തിലേക്ക് പോകരുത്. അവിടെയെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തെ നീ വേദനിപ്പിക്കുക. സ്തോത്രം. നിനക്ക് ഉന്നതത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിന്റെ കാതലായ ഭാഗം, ഹല്ലേലൂയ, നിനക്ക് നിത്യജീവൻ വേണമോ? സ്തോത്രം. ഒന്നാമത് യേശുവേ എന്ന് ആത്മാർത്ഥമായി നീ വിളിക്ക്. കർത്താവേ എന്ന് വായ് തുറന്ന് വിളിക്ക്. രണ്ടാമത് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. ഓ, സഭയ്ക്കകത്ത് ദൈവവാസമായി പ്രസംഗിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ നിനക്ക് ഇറിറ്റേഷൻ അല്ലേ? സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യരാജ്യം അവകാശമാക്കണമെങ്കിൽ, സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ അതേ ദൈവത്തിന്റെ ഇഷ്ടം നീ ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം നീ ചെയ്യണം. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തടത്ത് നീ പോകരുത്. ദൈവഹിതമില്ലാത്ത യാത്ര നീ ചെയ്യരുത്. ദൈവഹിതമില്ലാത്ത സംസാരം നിന്റെ നാവിന്ന് പുറത്തു വരരുത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവഹിതമില്ലാത്ത കൂട്ടുകൾ കൂടരുത്. അല്ല, നീ ചെയ്യുന്നതൊക്കെ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദകരമായി മാറട്ടെ. ഹല്ലേലൂയ. പ്രസാദകരമായി മാറട്ടെ. ഇന്ന് രാത്രി എന്നെ കാണുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിൽ അസാധാരണമായ വേദനകൾ സഹിച്ച് ഒരുപക്ഷെ തകർന്നിരിക്കുന്ന വ്യക്തി ആയിരിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്നെ ബലപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവം മാറ്റിമറിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിക്കുക. ഒരുപാട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട വ്യക്തിയാ. ഒരുപാട് ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തിയാ. പക്ഷെ ഇപ്പോഴും നിന്റെ അതരത്തിൽ പറയാറുണ്ട്, വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാൻ ഈ കാലഘട്ടത്തിൽ ഒന്ന് ഉയർന്നു വരാൻ കഴിയാത്ത വിധത്തിൽ പല പ്രശ്നങ്ങൾ, പല പ്രയാസങ്ങൾ, പല പ്രതിസന്ധികൾ ഇന്നും എന്നെ മൂടി വച്ചിരിക്കുക. പക്ഷേ ഇന്നും എന്നെ മൂടി വച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ സ്തോത്ര ഹല്ല ജീവിതത്തിൻ്റെ മേൽ ഒരു അസാധാരണ ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. എന്നെ ഈ വീഡിയോ വഴി കാണുന്ന, എന്നെ ഈ ഓൺലൈൻ വഴി വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളുടെ മേലൊരു അസാധാരണമായ സാന്നിധ്യം വെളിപ്പെടുകയാ. ഹല്ലേലൂയ. സ്തോത്ര. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. നിന്നെ ശുദ്ധീകരിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അത് നീ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, അത് നീ ആയിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആരാധിക്കും, സ്തുതിച്ചു
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിനെയാ. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് രാത്രികാലം പ്രസംഗിക്കുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവപ്രവർത്തികൾ നിറയപ്പെട്ട ഹല്ലേലൂയ ഒരു അനുഭവത്തിലേക്ക് നിന്നെ നടത്തുന്ന ഒരു ദൈവത്തെയാ. അതുകൊണ്ട് ഇന്ന് മരണഭയത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശുശ്രൂഷയ്ക്കകത്ത് ശോഭിക്കാൻ കഴിയാതെ വണ്ണ അത് ഞാൻ ആകെ ഭാരപ്പെടുക എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ഹല്ലേലൂയ സ്തോത്ര, ഇത് നീ ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട, അവസരങ്ങൾ ചോദിക്കണ്ട, നീ ആരോടും നിന്റെ അവസ്ഥയെക്കുറിച്ച് പറയണ്ട. നിന്റെ ഹൃദയത്തിന്റെ ഭാരം അറിഞ്ഞ് തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകൾ നിന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ സ്തോത്ര. കടഭാരത്തിൽ ഒരുപക്ഷെ മൂടുന്ന പ്രിയപ്പെട്ടവരെ, വളരെ പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തികളെ, ഹല്ലേലൂയ നിന്റെ കണ്ണുനീര് മാറാൻ പോവുകയാ. ഇന്ന് രാത്രികാല ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം പ്രവർത്തിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. തീച്ചുളുടെ അകത്തളങ്ങളിൽ വീണ് പോയ സ്തോത്ര ഹല്ലേലൂയ ശദ്രക്കിന്റെ ഹല്ലേലൂയ മേശക്കിന്റെ അബേദയുടെ ജീവിതത്തിന്റെ നടുവിൽ ഹല്ലേലൂയ നാലാമനായി ഇറങ്ങിച്ചെന്ന അവരുടെ കരത്ത് ചേർത്ത് പിടിച്ച അഗ്നിക്കകത്തൂടെ നടത്തിയ കർത്താവ് ഈ രോഗത്തിൽ നിന്നെ നടത്താൻ പോവുകയാ. ഈ കടഭാരത്തിൽ നിന്നെ നടത്താൻ പോവുകയാ. ഈ പ്രയാസത്തിൽ നിന്നെ നടത്താൻ പോവുകയാ. ഏത് പ്രതികൂലത്തിന്റെ അടുക്കത്തായാല എന്റെ ദൈവം നിന്നെ നടത്താൻ പോകുകയാ. പക്ഷേ രക്ഷിക്കപ്പെട്ട നീയെ ദൈവഹിതം പ്രവർത്തിക്കണം. രക്ഷിക്കപ്പെട്ട നീ ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. രക്ഷിക്കപ്പെട്ട നീ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണം. ഇന്ന് രാത്രി സ്തോത്ര തയ്യാറാണോ? ഇന്ന് രാത്രി തയ്യാറാണോ? സ്തോത്ര ഹല്ലേലൂയ. ഭർത്താവ് അറിയാതെ ഇരിക്കാം നീ ദൈവത്തെ ആരാധിക്കുന്നത്. ഭാര്യ അറിയാതായിരിക്കാം നീ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്ര. മറ്റൊരു ചിലപ്പോൾ സ്തോത്ര ഏതെങ്കിലും ഒരു മതവിശ്വാസിയായിരിക്കാം നീ. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ഞാനൊരു മതത്തിന്റെ ഗുരുവിനെ ഇന്ന് രാത്രി പ്രസംഗിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ നേതാവിനെ പ്രസംഗിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ഇന്ന് രാത്രി പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെയോ ഞാൻ പരിചയപ്പെടുത്തിയത് ലോകത്തിലെ സകല ചരാചരങ്ങളെയോ ഒരു വാക്കാൽ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തെ അത്രേ ഇന്ന് രാത്രി ഞാൻ ഹല്ലേലൂയ ഏദൻ ഗോസ്പൽ മിനിസ്ട്രി വഴി പരിചയപ്പെടുത്തിയത്. അതെ, എന്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിന്റെ രക്ഷിതാവാണ്. ലോകത്തിൽ നീ ഏത് മതത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായാലും നിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് നിനക്ക് വിശ്വസിക്കാമോ നീ ആയിരിക്കുന്ന മേഖലയിൽ? സ്തോത്രം. ഒരു പക്ഷേ ലൈവില് ഇല്ലാതെ അതിനുശേഷം ഈ ലൈവ് കാണുന്ന അനേകർ കാണാം. നീ ഏത് പ്രയാസത്തിൽ ഏത് പ്രതികൂലത്തിലിരുന്നാലും ഒന്ന് വിളിക്കാം, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചെന്നോ, അങ്ങ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നോ, അങ്ങ് ഇന്നും ജീവിക്കുന്നുവെന്നോ. പിന്നെയോ ഈ കണ്ണുനീരിലായിരിക്കുന്ന എന്നെ, ഈ പ്രയാസത്തിലായിരിക്കുന്ന എന്നെ, ഈ പ്രതികൂലത്തിലായിരിക്കുന്ന എന്നെ അധികം താമസിയാതെ സകല ദുരിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ഹല്ലേലൂയ നിത്യജീവന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവേ അങ്ങ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പാ ഇന്ന് രാത്രി അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതീക്ഷ കൈവരാൻ പോവുകയാ. അവന്റെ ജീവിതത്തിൽ കൈവിട്ട പ്രതീക്ഷകൾ സ്ഥാനത്ത് ഒരു പ്രതീക്ഷയുടെ അനുഭവം വെളിപ്പെടാൻ പോവുകയാ. ഒരു പുത്തൻ കൃപ വെളിപ്പെടാൻ പോവുകയാ. ഒരു ചാൻസ് ദൈവം നിനക്ക് ഇട്ടു തരുകയാ. ഓ ഷാഥേരിയ ഖമാനാസിയാദൽ ഓ ശംഖാരാ ബബൽ ഖമാനാദിയാദൽ ഖനെ അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരും. കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്നവൻ. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്നവൻ അവൻ പോകാൻ പോവുകയാ. സ്വർഗരാജ്യം അവൻ അവകാശം നോക്കാൻ പോവുകയാ. ഇതിനകത്ത് ദൈവദാസന്മാരെ സ്തോത്രം പല അപമാനങ്ങളിലൂടെ പല വേദനകളിലൂടെ സ്തോത്രം സുവിശേഷ വേല ചെയ്യുന്നവരാ നമ്മള്. സ്തോത്രം. കഷ്ടതയില് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരാ നമ്മള്. ഒരുപാട് അപമാനങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് പഴികൾ കേൾക്കുന്നുണ്ട്. പക്ഷേ തളരരുത്. ഇന്ന് രാത്രി അല്ല ദൈവത്തിന് ആത്മാവിനെ ബലപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവൻ ഉയർത്താൻ പോവുകയാണ്.
ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നു. ഉയർക്കാൻ പോവുക. സ്തോത്ര. ചിതറിക്കിടക്കുന്ന തരികളെ ശേഖരിക്കാൻ ഒരു കാന്തത്തിൻ്റെ വലയത്തെ സ്തോത്രം ആ ഇരുമ്പിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ സ്തോത്രം ഭൂമിയിൽ ചിതറിക്കിടക്കുന്ന ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ ആ കാന്തത്തിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ സ്തോത്രം കർത്താവിൻ്റെ വരവ് നീ എടുക്കപ്പെടും. കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടുക. ഒരു പക്ഷേ സ്തോത്രം അല്ലെ കല്ലിൻ്റെ ഇടയിലായിരിക്കും കാന്തം ഇത് സ്തോത്രം ഇരുമ്പ് തരിയായി നീ കിടക്കുന്നത്. സ്തോത്രം അല്ലെങ്കിൽ മണലിൻ്റെ അകത്തായിരിക്കാം ഇരുമ്പ് തരിയായി നീ കിടക്കുന്നത്. സ്തോത്രം എവിടെ ഏതൊക്കെ അവസ്ഥകൾ നിന്നെ മൂടി വച്ചാലും ഹല്ലേലൂയ സർവശക്തൻ്റെ ആകർഷണം നിന്റെ മേൽ വരുമ്പോൾ സ്വത പ്രയാസങ്ങൾക്കകത്ത് നിന്ന് കല്ലറകൾക്കകത്ത് നിന്ന് പ്രതികൂലങ്ങൾക്കകത്ത് നിന്ന് നീ പറന്നുയരാൻ പോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി തന്നെ എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നു. നിന്റെ ജീവനെ എൻ്റെ കർത്താവ് സൂക്ഷിക്കുന്നു നിത്യതയിലേക്കായി. സ്തോത്രം. ഈ പ്രയാസത്തിൽ നീ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കാൻ പോവുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കാണുന്ന ആരെങ്കിലും രോഗത്തിലാണെങ്കിൽ ഇന്ന് രാത്രി രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. കർത്താവ് യേശു കർത്താവ് പീഡനങ്ങളെല്ലാം സഹിച്ചത് നിന്റെ സൗഖ്യത്തിനായ. ഹല്ലേലൂയ. നിന്റെ സൗഖ്യത്തിനായ ഇന്ന് രാത്രികാലം എൻ്റെ കർത്താവ് സകല വേദനകളും സഹിച്ചത് നിന്റെ വിടുതലിന് വേണ്ടിയാണ്. സ്തോത്ര. ഏതെങ്കിലും രോഗത്തിൽ സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര നെഞ്ചിൻ്റെ ഭാരത്തിൽ പ്രയാസത്തിൽ നെഞ്ചുവേദനയുടെ ബുദ്ധിമുട്ടായിട്ടൊക്കെ സ്തോത്രം ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ സമയം സ്തോത്ര ഹല്ലേലൂയ ഒരു സൗഖ്യം എൻ്റെ കർത്താവ് നിങ്ങളുടെ മേൽ കൈമാറുക. നാളുകളെ നെഞ്ചിൻ്റെ ഭാഗത്ത് വളരെ അസ്വസ്ഥ വളരെ വേദനകൾ സ്തോത്ര ഹല്ലേലൂയ അനുഭവിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് സ്തോത്ര ഹല്ലേലൂയ ആയിരിക്കുന്ന ചിലരുടെ മേൽ ദൈവിക സൗഖ്യം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നെഞ്ചിൻ്റെ ഭാരത്തിൽ ആയിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഒരു അസാധാരണമായ ഒരു സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മറ്റു ഏതെങ്കിലും രോഗത്താലോ കടഭാരങ്ങളാലോ പ്രയാസങ്ങളാലോ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ ഭാരത്തിലൊക്കെ ആയിരിക്കുന്നവരുടെ മേൽ ഒരു അസാധാരണമായി ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവ് സകലവരെ സ്പർശിക്കട്ടെ. വിടുവിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ അസാധാരണമായ ദൈവ സ്നേഹം ഹല്ലേലൂയ വെളിപ്പെടട്ടെ. ഉറങ്ങാൻ കഴിയാതെ ഓരോ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് നെടുവീർപ്പിട്ട് ഇരിക്കുന്നവരുടെ മേൽ ഒരു അസാധാരണമായ ദൈവ കൃപ വെളിപ്പെടട്ടെ. സകല ഭാരങ്ങൾ വഹിക്കുന്ന കർത്താവ് അല്ലെങ്കിൽ നിന്റെ സകല ഭാരങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുത്തിരിക്കുക. ഒന്ന് സ്വസ്ഥമായിക്കേ. നിന്റെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ മേൽ കൊടുത്തു നീ ഒന്ന് ഫ്രീ ആയിക്കേ. ഇന്ന് രാത്രി സുഖമായി അല്ല ഉറങ്ങുവാൻ അധികമായൊരു കൃപ എൻ്റെ സ്വർഗം നിനക്ക് നൽകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഭാരത്താലോ പ്രയാസത്താലോ വേദനയാൽ ആരെങ്കിലും കാണുന്നെങ്കിൽ കർത്താവ് സൗഖ്യമാകട്ടെ യേശു നാമത്തിൽ. പ്രത്യേകിച്ച് ഏദൻ ഗോസ്പൽ മിനിസ്ട്രി ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ സ്തോത്ര. അനേക രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്ന അനുഗ്രഹിക്കുന്ന മീഡിയയായിട്ട് കർത്താവേ ഇത് മാറട്ടെ. അനേകർ ഇതിലൂടെ രക്ഷിക്കപ്പെടട്ടെ. അനേകർ കർത്താവ് ഇതിലൂടെ വചനം കേട്ട് നിത്യരാജ്യം പ്രാപിക്കട്ടെ. കർത്താവേ ദൈവം ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ ദേവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബങ്ങളെ ശുശ്രൂഷകളുടെ തലമുറകളെയൊക്കെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതത്താൽ നിറയ്ക്കണം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ഏദൻ ഗോസ്പൽ മിനിസ്ട്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ അതിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാ ദേവദാസന്മാരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.